നമസ്കാരം. മാസ്റ്റർ കെയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിഗ്രി ലെവലിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂഗർഭജലത്തിൻ്റെ മണ്ണൊലിപ്പിൻ്റെ ഫലമായി രൂപപ്പെട്ട ഭൂപ്രകൃതി ഏതാണെന്നാണ് ചോദ്യം. എന്താണ്? ഭൂഗർഭജലത്തിൻ്റെ മണ്ണൊലിപ്പിൻ്റെ ഫലമായി രൂപപ്പെട്ട ഭൂപ്രകൃതി ഏതാണെന്നാണ് ചോദ്യം. ഇല്ലേ? ഭൂരൂപീകരണം നമുക്കറിയാം. ഭൂമി രൂപീകരിക്കുന്നത് ഭൂരൂപീകരണ പ്രക്രിയയിലൂടെയാണ്. ഇല്ലേ? ഭൂരൂപീകരണ പ്രക്രിയയ്ക്ക് സഹായമാകുന്ന ഘടകങ്ങളാണ് കാറ്റ്, ജലം, ഹിമാനി, ഭൂഗർഭജലം തുടങ്ങിയവയൊക്കെ. അപ്പം ഇവയുടെയൊക്കെ ഫലമായിട്ട് ഭൂമി രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ ഭൂരൂപീകരണത്തിന് അപരദന പ്രക്രിയയുമുണ്ട്, നിക്ഷേപണ പ്രക്രിയയുമുണ്ട്. അപരദന പ്രക്രിയയിലൂടെയും ഭൂരൂപീകരണം നടക്കുന്നുണ്ട്, നിക്ഷേപണ പ്രക്രിയയിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂരൂപീകരണം നടക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ. എന്താണ്? ഭൂഗർഭ ജലത്തിന്റെ മണ്ണൊലിപ്പിന്റെ ഫലമായി രൂപപ്പെട്ട ഭൂപ്രകൃതി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷനകത്ത് പോൾജെ കൊടുത്തിട്ടുണ്ട്, ഡോളിൻ കൊടുത്തിട്ടുണ്ട്, ഹൂൺസ് കൊടുത്തിട്ടുണ്ട്, ഡ്രബ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഭൂഗർഭജലത്തിന്റെ മണ്ണൊലിപ്പിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂപ്രകൃതിയാണ് പോൾജെയും ഡോളിനും. ഏതൊക്കെയാണ്? പോൾജെയും ഡോളിനും. അപ്പൊ ഏതൊക്കെയാണ് ഉത്തരം നോക്കിയേ. 1ഉം 2ഉം മാത്രമാണ് എന്ത് ഇവിടെ ശരിയായിട്ട് ഉത്തരമുള്ളത്. അതായത് ഭൂഗർഭജലത്തിന്റെ മണ്ണൊലിപ്പിന്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് പോൾജെ, ഡോളിൻ, സിങ്ക് ഹോൾ, ലാപ്പീസ് എന്നിവയൊക്കെ എന്താണ്? ഭൂഗർഭജലത്തിന്റെ എന്താണ് അപരദന പ്രക്രിയയിലൂടെയൊക്കെ ഉണ്ടാവുന്നതാണ്. ഏത്? ഈ പറയുന്ന ഭൂരൂപങ്ങളൊക്കെ. ഇനി അത് മറ്റൊന്നാണ് ഹൂൺസ് എന്നത്. ഇതും എന്താണ്? ഭൂഗർഭജലത്തിന്റെ ഒരു എന്താണ് ജലത്താൽ രൂപം കൊള്ളുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഹൂൺസ്. പക്ഷെ അത് മണ്ണൊലിപ്പിന്റെ ഫലമായിട്ടല്ല ഇതൊക്കെ രൂപം കൊള്ളുന്നത് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. മണ്ണൊലിപ്പിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന പോൾജെയും ഡോളിനുമാണ് ഇവിടെ ആൻസർ. ഓർത്തു വെച്ചിരിക്കാം. അപ്പൊ 1ഉം 2ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കുറോഷോ സമുദ്രത്തിന്റെ നിലവിലെ വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നത്? ഇല്ലേ? നമുക്ക് കുറച്ച് സമുദ്രജല പ്രവാഹങ്ങൾ പഠിക്കാനുണ്ട്. ഇല്ലേ? കുറോഷ്യോ, അഗുൽഹാസ്, ബെൻഗേല, അങ്ങനെ കുറേ പ്രവാഹങ്ങൾ, സമുദ്രജല പ്രവാഹങ്ങൾ, സമുദ്രജല ഒഴുക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട്, ശീതജല പ്രവാഹങ്ങളുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറോഷ്യോ സമുദ്രജല പ്രവാഹത്തെ പറ്റിയാണ്. കുറോഷ്യോ സമുദ്രജല പ്രവാഹം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. അവ ഊഷ്മള സമുദ്ര പ്രവാഹങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? അവ ഊഷ്മള സമുദ്ര പ്രവാഹങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് അവ ഫിലിപ്പൈൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്തുകൂടി ഒഴുകുന്നു എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വ്യാപാര കാറ്റിൽ നിന്നാണ് അവ ഊർജം നേടുന്നത് എന്നതാണ്. അതായത് ഈ പ്രവാഹത്തിന് വേണ്ടുന്ന ഊർജം അത് വ്യാപാര കാറ്റിൽ നിന്നാണ്. അതായത് നമ്മുടെ വാണിജ്യവാദങ്ങൾ മറ്റൊന്നുമില്ല, അതിൽ നിന്നാണ് നേടുന്നത് എന്നാണ്, ഊർജം നേടുന്നത് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് സുഷിമ കറണ്ട് ഫോംസ് ഈ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് എന്നും പറയപ്പെടുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അവ ഊഷ്മള സമുദ്ര പ്രവാഹങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അതായത് കുറോഷ്യോ പ്രവാഹം എന്നത് പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഇതൊരു ഉഷ്ണജല പ്രവാഹമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഊഷ്മള സമുദ്ര പ്രവാഹമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് ഏത്? കുറോഷ്യോ. ഓർത്ത് വെച്ചിരിക്കണം. മറ്റൊന്നൊക്കെ അവ ഫിലിപ്പീൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്തുകൂടി ഒഴുകുന്നു. നമ്മുടെ കുറോഷ്യോ പ്രവാഹത്തിന് മറ്റൊരു പേരുണ്ട്, ജപ്പാൻ പ്രവാഹം എന്ന്. എന്താണ്? ജപ്പാൻ പ്രവാഹം എന്നും ഇതിനൊരു പേരുണ്ട്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പം എന്താണ്? കുറോഷ്യോ പ്രവാഹം ഫിലിപ്പീൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്തുകൂടിയാണ് ഒഴുകുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ എന്താണ്? വ്യാപാര കാറ്റിൽ നിന്നാണ് അവ ഊർജം നേടുന്നത്. കുറോഷ്യോ സമുദ്രജല പ്രവാഹത്തിന് ഊർജം നൽകുന്നതിൽ വ്യാപാര കാറ്റിനും പങ്കുണ്ട്. വ്യാപാര കാറ്റ് എന്നാൽ എന്താണ്? നമ്മുടെ വാണിജ്യവാദങ്ങളാണ് കേട്ടോ.
അതിനും പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് സുഷിമ കറണ്ട് ഫോംസ് എന്നത്. അതായത് എന്താണ്, ഈ കുറോഷോ സമുദ്രജല പ്രവാഹത്തിന്റെ ഒരു ശാഖയാണ് ഏത്, സുഷിമ കറണ്ട് ഫോംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഉത്തരം എന്താണ്, ഡി ആണ് അല്ലേ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട് എന്നതാണ്. ഇല്ലേ, നമ്മൾ കേരളത്തിൽ എന്താണ് പറയുന്നത്, 15 കിലോമീറ്ററിലധികം നീളമുള്ള അരുവികളെ നമ്മൾ എന്തായി കണക്കാക്കുന്നുണ്ട്, നദികളായിട്ട്, അല്ലേ, പ്രധാന നദികളായിട്ട് കണക്കാക്കുന്നുണ്ട്. അങ്ങനെ എത്രയുണ്ടെന്നാണ് ചോദ്യം. 38 ആണോ, 44 ആണോ, 30 ആണോ, 41 ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര നദികളാണ് കേരളത്തിലുള്ളത്, 44 നദികളാണ് അല്ലേ. നമ്മൾ പഠിക്കുന്നതാണ് 44 നദികളും 34 കായലുകളുമാണ് കേരളത്തിലുള്ളതെന്നില്ലേ. പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ഉൾപ്പെടെ മൊത്തം 44 നദികളാണ് എവിടെയുള്ളത്, കേരളത്തിലുള്ളത്. നദികളായി കണക്കാക്കുന്നത് 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള, അല്ലെങ്കിൽ 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള അരുവികളെ നമ്മൾ എന്തായി പറയുന്നുണ്ട്, നദികളായിട്ട് കണക്കാക്കുന്നുണ്ട് എന്നത് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം അല്ലേ. ഏറ്റവും വലിയ നദി ഏതാണ് കേരളത്തിലെ, പെരിയാർ ആണ് അല്ലേ. പെരിയാർ ദൈർഘ്യം 244 കിലോമീറ്റർ ആണ്. രണ്ടാം സ്ഥാനക്കാരനാണ് ആര്, നമ്മുടെ ഭാരതപ്പുഴ, 209 കിലോമീറ്റർ ആണ് അല്ലേ. 209 കിലോമീറ്റർ ആണ്. ഓക്കെ ആണോ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്? കൊച്ചി മെട്രോയുടെ പാർട്ടായിട്ടുള്ള ഒരു വാട്ടർ മെട്രോ ആണ് ഇത്, കൊച്ചി വാട്ടർ മെട്രോ അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്ര ദ്വീപുകളുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്നാണ്. 4, 5, 8, 10 എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ 10 ദ്വീപുകളെ മെയിൻ ലാൻഡുമായിട്ടാണ് എന്താണ് ബന്ധിപ്പിക്കുന്നത്. എത്രയാണ്? 10. എത്രയാണ്? 10 ദ്വീപുകളെയാണ് എന്ത് ചെയ്യുന്നത്, മെയിൻ ലാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. കൊച്ചി വാട്ടർ മെട്രോ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത വാട്ടർ മെട്രോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്, കൊച്ചി വാട്ടർ മെട്രോയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 4310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് പർവ്വത പാതയാണ് പുരാതന സിൽക്ക് റൂട്ടിന്റെ ഭാഗമാകുന്നത് എന്നാണ്. സിൽക്ക് റൂട്ട് അല്ലേ, നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കുന്ന ഒന്നാണ് എന്ത്, സിൽക്ക് റൂട്ട്. ഈ സിൽക്ക് റൂട്ടിന്റെ പാതയാകുന്നത് ഈ നമ്മുടെ സിക്കിമിലുള്ള ഏത് ചുരമാണ്, അല്ലെങ്കിൽ ഏത് പാതയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ചുരങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാദുല, ജലപ്പില, റോക്തങ് ആൻഡ് ഷിപ്കില. ഇത് 4 ചുരങ്ങളാണ് കേട്ടോ. ഇതിൽ ഏത് ചുരത്തിലൂടെയാണ് ഈ സിൽക്ക് റൂട്ട് കടന്നു പോകുന്നത് എന്നാണ് ചോദ്യം. ഇതിനകത്ത് നാദുലയും ജലപ്പിലയും സിക്കിമിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നാദുലയും ജലപ്പിലയും എവിടെയാണ്, സിക്കിമിലാണ് അല്ലേ. സിക്കിമിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 2 ഓപ്ഷൻസ് ഇവിടെ തന്നെ കട്ട് ചെയ്യാം. നാദുലയോ ജലപ്പിലയോ ഏതാണെന്ന് അറിഞ്ഞാൽ മതി അല്ലേ. ഇതിനകത്ത് ഉത്തരം ഏതാണെന്ന് വെച്ചാൽ നാദുലയാണ്. നാദുല സിക്കിമിനെ ടിബറ്റുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. നാദുല ചുരം സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പുരാതന സിൽക്ക് പാത ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നാദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെ എന്തുമായിട്ടാണ്, ടിബറ്റുമായിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇതുകൂടി പഠിച്ചു വെച്ചിരിക്കണം. ജലപ്പല ചുരം സിക്കിമിനെ ലാസയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ നാദുലയും ജലപ്പലയും എവിടെയാണ്, സിക്കിമിലാണ്. നാദുല ചുരം സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ജലപ്പില ചുരം സിക്കിമിനെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ. മറ്റു 2 ചുരങ്ങൾ കൊടുത്തിട്ടുണ്ട്, റോക്താങ്ങും ഷിപ്കിലയും. രണ്ടും എവിടെയാണ്, ഹിമാചൽ പ്രദേശിലാണ് അല്ലേ. ഹിമാചൽ പ്രദേശിലുള്ള ചുരങ്ങളാണ് ഏത്, റോക്തങ്ങും ഷിപ്കില ചുരവും. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് നോക്കിയേ. അടുത്ത സമയത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് താഴെ പറയുന്ന നദികളിൽ ഏതിലാണ് എന്നതാണ് ചോദ്യം. അപ്പൊ എന്താണ്, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലം നിർമ്മിക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. അത് ഏത് നദിയിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ. സത്ലജ്, ബിയാസ്, ചിനാബ് ആൻഡ് രവി എന്നീ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് 4 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സിന്ധുവിന്റെ പോഷക നദികളാണ് ഇതൊക്കെ അല്ലേ. ചലം, രവി, ബിയാസ്,
ചിനാബ്, സത്ലജ് എന്നീ 5 പോഷക നദികൾ ആരുടേതാണ്? സിന്ധുവിൻ്റെതാണ് അല്ലേ? ഈ സിന്ധുവിൻ്റെ ഇതിൽ ഏത് പോഷക നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിർമ്മിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിനാബ് നദിയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. ചിനാബ് നദിയുടെ പ്രത്യേകത എന്താണ്? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് അല്ലേ? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത്? ചിനാബ് എന്നത് ഓർത്തു വെച്ചിരിക്കണേ. അതേപോലെ തന്നെ എന്താണ് ഈ പാലം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പാലം വരുന്നത്. അതുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ജമ്മു കാശ്മീരാണ്, എന്നിട്ട് UT ആണ് കേട്ടോ, സ്റ്റേറ്റ് അല്ല, UT ആണ്. എന്താണ്? ജമ്മു കാശ്മീരാണെന്നൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. നദി ഏതാണെന്ന് ചോദിച്ചാൽ ചിനാബ് നദിയാണ് അല്ലേ? ചിനാബ് നദിയാണ് നമ്മുടെ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? എപ്പോഴും ചോദിക്കുന്നതല്ലേ, ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ചിനാബ് നദിയാണല്ലേ. ചന്ദ്രഭാഗ എന്നാണ് ചിനാബ് അറിയപ്പെടുന്നത്. പുരാണങ്ങളിൽ അസ്കിനി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ ചിനാബ് നദിയാണ് അല്ലേ? അസ്കിനി, പുരാണങ്ങളിൽ അസ്കിനി എന്നറിയപ്പെടുന്നതും ഏത് നദിയാണ്? ചിനാബ് നദിയാണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. എന്താണ് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണേ. ചിനാബ് നദി ഉത്ഭവിക്കുന്നത് ബാരാലാച്ച ചുരത്തിനടുത്ത് നിന്നാണ് കേട്ടോ. ബാരാലാച്ച ചുരത്തിനടുത്ത് നിന്നാണ് ഈ ചിനാബ് നദി എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് 1 നോക്കിയേ. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 1 പർവ്വത നിരകളാണ്, ലിസ്റ്റ് 2 ആണെങ്കിൽ പർവ്വത ചുരങ്ങളാണ്. ഈ ചുരങ്ങളൊക്കെ ഏത് പർവ്വത നിരയിലാണ് ഉൾപ്പെടുന്നതെന്നാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന ഗ്രേറ്റ് ഹിമാലയമാണ്. രണ്ടാമത് പീർ പഞ്ചൽ പർവ്വതനിര, സസ്കർ പർവ്വതനിര, ലഡാക്ക് പർവ്വതനിര എന്നീ പർവ്വതനിരകൾ കൊടുത്തിട്ടുണ്ട്. 4 ചുരങ്ങളുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഫോട്ല, സോജില, കർദുങ്ല, ബനിഹൽ ചുരം എന്നീ 4 ചുരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ചുരങ്ങളൊക്കെ ഏത് പർവ്വതനിരയുമായിട്ടാണ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഗ്രേറ്റ് ഹിമാലയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? സോജിലയിലാണ്. സോജില ചുരം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? ഗ്രേറ്റ് ഹിമാലയൻ പർവ്വതനിരയിലാണ് കേട്ടോ. എന്താണ്? സോജില ചുരം എവിടെയാണ്? ഗ്രേറ്റ് ഹിമാലയൻ പർവ്വതനിരയിലാണ് സോജില ചുരം. അത് ഓർത്തു വെച്ചിരിക്കണം. ഇനി അടുത്ത എന്താണെന്ന് നോക്കിയേ, പീർ പഞ്ചൽ ഇല്ലേ? പീർ പഞ്ചൽ മലനിരയിലാണ് നമ്മുടെ ബനിഹൽ ചുരം എവിടെയാണ്? പീർ പഞ്ചൽ പർവ്വതനിരയിലാണ് എന്നത് ഓർത്തു വെച്ചിരിക്കണം. അടുത്തയാണ് സസ്കറിലുള്ളത് കേട്ടോ. സസ്കർ പർവ്വതനിരയിലുള്ള ചുരം ഏതാണെന്ന് വെച്ചാൽ അത് ഫോട്ടുല ചുരമാണ്. ഫോട്ടുല ചുരം എവിടെയാണ്? സസ്കർ പർവ്വതനിരയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. ലഡാക്ക് ആണ് കർദുങ്ല ചുരം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? ലഡാക്ക് പർവ്വതനിരയിലാണ് കേട്ടോ. അതുകൂടി ഓർത്തു വെച്ചിരിക്കണം. മറ്റൊരു ചുരമാണ് അഖിൽ ചുരം കേട്ടോ. അഖിൽ ചുരം അഖിൽ ചുരം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൗണ്ട് കേറ്റുവിലാണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന മൗണ്ട് കേറ്റുവിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ അഖിൽ ചുരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തേ. ഫോട്ടുല ചുരം സസ്കർ പർവ്വതനിരയിലാണ്. സോജില ചുരം ഗ്രേറ്റ് ഹിമാലയൻ പർവ്വതനിരയിലാണ്. കർദുങ്ല ചുരം ആണെങ്കിലോ ലഡാക്ക് പർവ്വതനിരയിലാണ്. ബനിഹൽ ചുരം പീർ പാഞ്ചൽ പർവ്വതനിരയിലാണ്. ഇനി 4 പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കിയേ. ഭൂവൽക്കത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഭൂവൽക്കം ഇല്ലേ? നമുക്കറിയാം ഭൂമിയുടെ 3 പാളിയാണ് ഭൂവൽക്കം, മാന്റില്, കോർ എന്നിവ അല്ലേ? അതിനകത്ത് ഏറ്റവും പുറത്തെ പാളിയായ ഭൂവൽക്കവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കാം. വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് സമുദ്ര ഭൂവൽക്കം കനം കുറഞ്ഞതാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഭൂവൽക്കത്തിനകത്ത് കരഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും ഉണ്ട്. അതായത് സമുദ്രം ഉൾപ്പെടുന്ന ഭാഗത്തെ നമുക്ക് സമുദ്ര ഭൂവൽക്കം എന്നും കര ഉൾപ്പെടുന്ന ഭാഗത്തെ നമുക്ക് വൻകര ഭൂവൽക്കം എന്നും രണ്ടായിട്ട് പറയാം. ഇതിനകത്ത് കനം കൂടിയത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻകര ഭൂവൽക്കമാണ്. സമുദ്ര ഭൂവൽക്കത്തിന് കനം കുറവാണ്. സിയാല്, സിമ എന്നൊക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? വൻകര ഭൂവൽക്കത്തെ നമ്മൾ സിയാല് എന്ന് വിളിക്കും ഇല്ലേ? സിയാല്. അതായത് അവിടെ സിലിക്കയും അലൂമിനിയം കൂടി ചേർന്നിട്ടാണ് വൻകര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് സിമ. സിയാലും
മഗ്നീഷ്യം കൂടെ ചേർന്നിട്ടാണ് സിമ രൂപപ്പെട്ടിരിക്കുന്നത്. സിയാലും സിമയും അതവിടെ നിൽക്കട്ടെ. ഇവിടെ വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് സമുദ്ര ഭൂവൽക്കത്തിന് കനം കുറവാണ്. തീർച്ചയായിട്ടും എന്താണ്? സമുദ്ര ഭൂവൽക്കത്തിന് കനം കുറവാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്രധാന പർവ്വത മേഖലാ പ്രദേശങ്ങളിൽ വൻകര ഭൂവൽക്കം കട്ടിയുള്ളതാണ്. ശരിയാണ്. നമ്മുടെ ഹിമാലയമൊക്കെ വരുന്ന ഭാഗങ്ങളിൽ വൻകര ഭൂവൽക്കത്തിന് എന്താണ്? വളരെയധികം എന്താണ്? കനം കൂടുതലാണ് അല്ലേ? അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഭൂവൽക്കത്തിന്റെ മാൻഡിലിനെക്കാട്ടിൽ ഉയർന്ന സാന്ദ്രതയുണ്ട്. തെറ്റാണില്ലേ? താഴോട്ട് പോകുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? സാന്ദ്രത കൂടുന്നത്. ഭൂവൽക്കത്തെക്കാളും സാന്ദ്രത ആർക്കുണ്ട്? മാൻഡിലിനുണ്ട്. മാൻഡിലിനെക്കാട്ടിലും സാന്ദ്രത ആർക്കുണ്ട്? കോറിനുണ്ട് അല്ലേ? കാമ്പിനുണ്ട്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ ഇവിടെ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ് ശരിയായത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഭൂവൽക്കത്തിന് മാൻഡിലിനേക്കാൾ ഉയർന്ന സാന്ദ്രത ഉണ്ടെന്ന് തെറ്റാണ്. മാൻഡിലിനാണ് സാന്ദ്രത കൂടുതൽ. മാൻഡിലിനെക്കാട്ടിലും സാന്ദ്രത കൂടുതൽ ആർക്കുണ്ട്? കോറിനുണ്ട്, കാമ്പിനുണ്ട്. അത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ അടുത്ത നോക്കിയേ. എൽ നിനോ സമയത്ത് താഴെ പറയുന്ന തണുത്ത സമുദ്ര പ്രവാഹങ്ങളിൽ ഏതാണ് മാറ്റി സ്ഥാപിക്കുന്നത്? നമുക്കറിയാം എൽ നിനോ, ലാ നിന ഇത് 2 പ്രതിഭാസങ്ങളാണ് ഇല്ലേ? 2 പ്രതിഭാസങ്ങളാണ്. അതിൽ ആദ്യത്തെ പ്രതിഭാസമായ എൽ നിനോ. എൽ നിനോയെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഉണ്ണിയേശു എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഏത്? എൽ നിനോ ഇല്ലേ? ഉണ്ണിയേശു. സമയത്ത് എന്ത് ചെയ്യുന്നു? താഴെ പറയുന്നതിൽ ഏത് പ്രവാഹമാണ് മാറ്റി സ്ഥാപിക്കുന്നത് എന്നത് ആണ് ചോദ്യം. ഇതിനകത്ത് ലാബ്രഡോർ കൊടുത്തിട്ടുണ്ട്, ബെൻഗോല കൊടുത്തിട്ടുണ്ട്, ഹംബോൾട്ട് കൊടുത്തിട്ടുണ്ട്, കാനറീസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഹംബോൾട്ട് കോൾഡ് കറണ്ട് കേട്ടോ. ഈ ഹംബോൾട്ട് കോൾഡ് കറണ്ട് വെച്ചാൽ ഹംബോൾട്ട് ഒരു ശീതജല പ്രവാഹമാണ്. എന്താണ്? ഇതൊരു ശീതജല പ്രവാഹമാണ് എന്നത് ഓർത്ത് വെച്ചിരിക്കണം. ഈ എൽ നിനോ വരുമ്പോൾ ഈ ശീതജല പ്രവാഹം എന്തായി ചേഞ്ച് ചെയ്യും? ഉഷ്ണജല പ്രവാഹമായിട്ട്, അല്ലെങ്കിൽ അത് ഉഷ്ണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ വരുന്ന ഒരു ചേഞ്ച് എന്നത്. അപ്പം ഈ എൽ നിനോ സമയത്ത് മാറ്റി സ്ഥാപിക്കപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഹംബോൾട്ട് കോൾഡ് കറണ്ട് ആണ് കേട്ടോ. ഹംബോൾട്ട് കോൾഡ് കറണ്ട് ആണ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത് വെച്ചാൽ പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ. പസഫിക് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. മറ്റു താണ്ടെ കോൾഡ് കറണ്ടുകൾ ലാബ്രഡോർ, ബെൻക്വേല, കാനറീസ് ഇവ 3ഉം അറ്റ്ലാന്റിക്കിലേതാണ്. ഇത് ലാബ്രഡോർ ആണെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് കേട്ടോ. ബെൻക്വേലയും അറ്റ്ലാന്റിക് ആണ്. കാനറീസും അറ്റ്ലാന്റിക് ആണ്. ഇതൊക്കെ സൗത്ത് അറ്റ്ലാന്റിക്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന എന്താണ്? ശീതജല പ്രവാഹങ്ങളാണ് ഏത്? ലാബ്രഡോർ, ബെൻക്വേല, കാനറീസ്. അത് ഇത്രയും ഓർത്തു വെച്ചിരിക്കണം. ഹംബോൾട്ട് പസഫിക് കാണപ്പെടുന്ന ഒരു കോൾഡ് കറണ്ട് ആണ് ഏത്? ഹംബോൾട്ട്. ഈ എൽ നിനോ സമയത്ത് മാറ്റി സ്ഥാപിക്കപ്പെടുന്ന കോൾഡ് കറണ്ട് അല്ലെങ്കിൽ എന്താണ്? ശീതജല പ്രവാഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ഹംബോൾട്ട് ആണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഹംബോൾട്ട് കോൾഡ് കറണ്ട് മറ്റൊരു പേര് കൂടിയുണ്ട്, പെറു കറണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. പെറു സമുദ്ര പ്രവാഹം. പെറു സമുദ്ര പ്രവാഹം എന്നും ഹംബോൾട്ട് കോൾഡ് കറണ്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ശരി. മറ്റൊരെണ്ണം പറട്ടെ, അഗുൽഹാസ്. എപ്പോഴും ചോദ്യം വരുന്നതാണല്ലോ അഗുൽഹാസ്. ഇതൊരു ഉഷ്ണജല പ്രവാഹമാണ് അഗുൽഹാസ്. ഏത് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത് അഗുൽഹാസ്? അഗുൽഹാസ് ഉഷ്ണജല പ്രവാഹം കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. അഗുൽഹാസ് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? അഗുൽഹാസ് കാണപ്പെടുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഇവിടെ ലാബ്രഡോർ, ബെൻക്വേല, ഹംബോൾട്ട്, കാനറീസ് എന്നീ പ്രവാഹങ്ങൾ പറഞ്ഞു. ഇവ 4ഉം എന്താണ്? ശീതജല പ്രവാഹമാണെന്ന് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് ഹംബോൾട്ടാണ് എന്ത്? എൽ നിനോ സമയത്ത് എന്ത് ചെയ്യുന്നത്? മാറ്റി സ്ഥാപിക്കപ്പെടുന്നത്. ഈ എൽ നിനോയുടെ പിൻവാങ്ങൽ സമയത്ത് കേട്ടോ, എൽ നിനോയുടെ പിൻവാങ്ങൽ സമയത്ത് പ്രത്യക്ഷമാകുന്ന മറ്റൊരു പ്രതിഭാസമാണ് ലാ നിന എന്ന് പറയും. എന്താണ് പേര്? ലാ നിന എന്നാണ് കേട്ടോ. ഈ എൽ നിനോയുടെ പിൻവാങ്ങൽ സമയത്ത് ഈ ഒരു പ്രതിഭാസം അങ്ങോട്ട് പിൻവാങ്ങുമ്പം അടുത്ത ആള് വരും. അയാളുടെ പേരാണ് ലാ നിന. ചെറിയ പെൺകുട്ടി എന്നാണ് അർത്ഥം കേട്ടോ. ചെറിയ പെൺകുട്ടി. ലാനിന വരും കേട്ടോ. ലാനിന. ഓക്കെ ആണോ? ചെറിയ പെൺകുട്ടി ചോദിച്ചിട്ടുണ്ട്. ലാനിന എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ പെൺകുട്ടി. ഉണ്ണിയേശു എന്നറിയപ്പെടുന്നത് എൽ നിനോ. ഇതൊക്കെ ചോദിച്ചതാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. അടുത്തത് അലൂവിയൽ മണ്ണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. നോക്കാം. അലൂവിയൽ മണ്ണിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നതാണ്. അലൂവിയൽ മണ്ണ് നമ്മുടെ എക്കൽ മണ്ണാണ് അല്ലേ. നോക്കിയേ. എക്കൽ
എക്കൽ മണ്ണ് മണൽ കലർന്ന പശ്ചിമരാശി മുതൽ കളിമണ്ണ് വരെ പ്രകൃതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഏതാണ്? മണൽ കലർന്ന പശ്ചിമരാശി മണ്ണ്, അതായത് ഈ എക്കൽ മണ്ണിന്റെ ഒരു രൂപമാണ് എന്ത്? മണൽ കലർന്ന പശ്ചിമരാശി മണ്ണ് മുതൽ കളിമണ്ണ് വരെ പ്രകൃതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എല്ലാ വർഷവും വെള്ളപ്പൊക്കത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന പുതിയ അലൂവിയൽ മണ്ണാണ് ഖാദർ. ഫംഗർ പഴയ അലൂവിയലിന്റെ ഒരു സംവിധാനത്തെ പ്രതിനിധീകരിക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് താഴത്തെയും മധ്യത്തിലെയും ഗംഗാ സമതലത്തിലെയും ബ്രഹ്മപുത്ര താഴ്വരയിലും പശ്ചിമരാശിയും കളിമണ്ണും നിറഞ്ഞതാണ് എന്നീ 4 സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം, പശ്ചിമരാശി മണ്ണ്, കളിമണ്ണ് ഇതൊക്കെ എന്താണ്? എക്കൽ മണ്ണിന്റെ ഭാവഭേദങ്ങളാണ് എന്ന് ഓർത്തു വെച്ചിരിക്കണം. എക്കൽ മണ്ണിന്റെ അതായത് പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഖാദർ എന്ന് വിളിക്കുന്നു. പഴയ എക്കൽ മണ്ണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഭംഗർ എന്ന് വിളിക്കുന്നു. കേട്ടോ, എന്താണ്? ഭംഗർ എന്ന് വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പുതിയ അലൂവിയൽ മണ്ണാണ് ഏത്? ഖാദർ, ശരിയാണ്. പഴയ അലൂവിയൽ മണ്ണാണ് ഭംഗർ, അത് ശരിയാണ്. പിന്നെന്ത് പറഞ്ഞത്? ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര, ഇവിടെയൊക്കെ എന്താണ്? പശ്ചിമരാശി മണ്ണും കളിമണ്ണും ഒക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ഇവയൊക്കെ എന്താണ്? എക്കൽ മണ്ണുകളാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് 4 എന്താണ്? ശരിയായതാണ്. അതിന് മുകളിലുള്ളവയെല്ലാം എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. അവസാദ ശിലകളെ കുറിച്ച് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അവസാദ ശിലകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നമുക്കറിയാം ആഗ്നേയശില, അവസാദശില, ഖായാന്തരിക ശില എന്നിങ്ങനെ നമ്മൾ ശിലകളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട് അല്ലേ? ശിലകളുടെ മാതാവായ ആഗ്നേയശിലയാണ് ആദ്യം രൂപം കൊള്ളുന്നത്. പിന്നെയാണ് അവസാദ ശിലകളും ഖായാന്തരിക ശിലകളൊക്കെ രൂപം കൊള്ളുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അവസാദ ശിലയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. അവസാദശില സെഡിമെന്ററി റോക്സ്, അവയിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ പാറകൾ വളരെ മൃദു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവ പല പാളികളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായ പ്രസ്താവന തിരിച്ചറിയുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഫോസിലുകളൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നത് അവസാദ ശിലയിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കൽക്കരിയൊക്കെ എന്താണ്? കൽക്കരി അവസാദ ശിലയല്ല. കൽക്കരിയൊക്കെ എന്താണ്? നമുക്ക് അവസാദ ശിലയുമായി റിലേറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നു എന്നും എന്താണ്? ഫോസിലുകളൊക്കെ ഇതിനിടയിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? അവസാദ ശിലയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. രണ്ടെന്താണ്? ഈ പാറകൾ വളരെ മൃദുവാണ്. അവസാദ ശിലകൾ എന്താണ്? വളരെ സോഫ്റ്റ് ആണ്. ഇതിങ്ങനെ അടുക്കായിട്ടാണ് രൂപം കൊള്ളുന്നത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ശിലകളാണ്. എന്താ? വളരെ കട്ടിയൊന്നും ഇല്ലാത്ത, അതായത് ആഗ്നേയ ശില പോലെ എന്താണ്? കാഠിന്യമുള്ളതൊന്നുമല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ശിലകളാണ് ഇത് അവസാദ ശിലകൾ. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 3 എന്താണ്? പല പാളികളായാണ് ഇത് കാണപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞു ഇല്ലേ? അവ എന്താണ്? പാളികളായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? അവസാദ ശിലകൾ രൂപപ്പെടുന്നത്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഇതിനകത്ത് എന്താണ്? ഇവയെല്ലാം ശരിയാണ്. അവസാദ ശിലകളുമായി ബന്ധപ്പെട്ട് ഇവയെല്ലാം ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത് എന്നതാണ്. കുറച്ച് വെള്ളച്ചാട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റുകളുടെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ജോഗ് വെള്ളച്ചാട്ടമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജോഗ് വെള്ളച്ചാട്ടം എവിടെയാണ്? കർണാടകയിലാണെന്നില്ലേ? നദി വരെ നമുക്കറിയാം. ഏതാണ്? ശരാവതി നദി. ജോഗ് വെള്ളച്ചാട്ടം, കർണാടക, ശരാവതി നദി. അപ്പൊ ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയായി ചേരുംപടി ചേരുന്നുണ്ട്. അടുത്ത നോക്കിയേ. കപിൽധാര വെള്ളച്ചാട്ടം എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? മേഘാലയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്നാൽ കപിൽധാര വെള്ളച്ചാട്ടം മേഘാലയയിലല്ല കേട്ടോ. വെള്ളച്ചാട്ടങ്ങളെ കുറിച്ച് നമുക്കൊരു അടിസ്ഥാന അറിവ് വേണം. ഓരോ വെള്ളച്ചാട്ടങ്ങളും, പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളൊക്കെ സ്റ്റേറ്റ് എവിടെയാണ് എന്ന് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. അതുപോലെ കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ റിലേറ്റ് ചെയ്യുന്ന ജില്ലകൾ ഏതാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇത് കപിൽധാര വെള്ളച്ചാട്ടം മധ്യപ്രദേശിലാണ് കേട്ടോ. നമ്മുടെ നർമ്മദാ നദിയിലാണ് ഈ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. അപ്പൊ മേഘാലയല്ല, എവിടെയാണ്? മധ്യപ്രദേശാണ്. അപ്പൊ ഇതെവിടെയാണ്? നദി ഏതാണ്? നർമ്മദയാണ്. നമ്മുടെ നർമ്മദാ നദിയാണ്. അപ്പൊ ഇതെന്താണ്? കറക്റ്റായിട്ട് ചേരുംപടി ചേരുന്നുണ്ടോ? ഇല്ല. തേർഡ് വൺ നോക്കിയേ. ദൂദ്സാഗർ വെള്ളച്ചാട്ടം. ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്ന ഗോവയാണ് അല്ലേ? ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഗോവയിലാണ്. നദി ഏതാണ്? മണ്ഡോവി നദിയാണ് അല്ലേ? ഗോവയുടെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന മണ്ഡോവി നദി.
മണ്ഡോവി നദിയിലാണ് എന്ത് ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ചേരാത്തത് ഏതാ? 2 കറക്റ്റായിട്ട് ചേരുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് അല്ലേ? 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ട് ചേരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ കപിൽധാര മധ്യപ്രദേശ്, നർമ്മദ നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാക് കടലിടുക്ക്, മക്മോഹൻ ലൈൻ, 10 ഡിഗ്രി ചാനൽ, റാഡ്ക്ലിഫ് ലൈൻ. ഇല്ലേ? നമ്മുടെ അതിർത്തി രേഖകളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് പാക് കടലിടുക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഗൾഫ് ഓഫ് മന്നാറിൽ കാണപ്പെടുന്ന പാക് സ്ട്രൈറ്റ് അല്ലെങ്കിൽ പാക് കടലിടുക്കാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത്. അടുത്ത കൊടുത്തിരിക്കുന്ന മക്മോഹൻ ലൈൻ ആണ് അല്ലേ? മക്മോഹൻ ലൈൻ ഇന്ത്യയും ചൈനയും തമ്മിലാണ് വേർതിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഏത്? മക്മോഹൻ ലൈൻ. റാഡ്ക്ലിഫ് രേഖ നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റാഡ്ക്ലിഫ് സർ സിറിൽ റാഡ്ക്ലിഫ് ആണ്. റാഡ്ക്ലിഫ് രേഖ എന്ന പേര് വരാൻ കാരണമായ ആ ഒരു പേര് സർ സിറിൽ റാഡ്ക്ലിഫ്. അദ്ദേഹം നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിച്ച വ്യക്തിയാണ് അല്ലേ? ആ 2 രാജ്യമായിട്ടുള്ള ആ ഒരു അതിർത്തി രേഖ നിർണയിച്ച വ്യക്തിയാണ് ആര്? സർ സിറിൽ റാഡ്ക്ലിഫ് ഇല്ലേ? അതുകൊണ്ടാണ് ആ രേഖയ്ക്ക് എന്ത് പേര് നൽകിയത്? റാഡ്ക്ലിഫ് രേഖ എന്ന പേര് നൽകിയത്. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ അതെന്താണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും ചൈനയും ആണെങ്കിൽ മക്മോഹൻ രേഖ. അടുത്ത നോക്കി 10 ഡിഗ്രി ചാനൽ അല്ലേ? 10 ഡിഗ്രി ചാനൽ ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ അല്ലേ? ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? 10 ഡിഗ്രി ചാനൽ. അപ്പൊ 4 ഓർത്ത് വെച്ചിരിക്കണം. ഇന്ത്യ ശ്രീലങ്ക പാക് സ്ട്രൈറ്റ്, ഇന്ത്യ ചൈന മക്മോഹൻ, ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ എന്താണ്? റാഡ്ക്ലിഫ് ആണ്. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിർത്തി രേഖയാണ് അല്ലെങ്കിൽ അവയെ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഏത്? 10 ഡിഗ്രി ചാനൽ. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏത് നദിയാണ് കിഴക്കോട്ട് ഒഴുകുന്നത് എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 15 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള അരുവികളെ നമ്മൾ നദികളായി വിശേഷിപ്പിക്കുന്നു എന്ന്. കേരളത്തിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു എന്ന് പറഞ്ഞു ഇല്ലേ? ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദി എന്നാണ് ചോദ്യം. പാമ്പാർ നദി, മണിമല നദി, കുറ്റ്യാടി പുഴ, ചാലിയാർ പുഴ എന്നീ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ ഇല്ലേ? ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി കർണാടകയിലേക്ക് ഒഴുകി കാവേരിയിൽ പതിക്കുന്നു. ഭവാനി ആണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് ഒഴുകി ഈ കാവേരിയിൽ പതിക്കുന്നു. പാമ്പാറും തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരിയിൽ പതിക്കുന്നു അല്ലേ? പാമ്പാർ നദി അല്ലേ? പാമ്പാർ നദി കേരളത്തിലൂടെ 25 കിലോമീറ്റർ ഒഴുകുന്ന പാമ്പാർ നദി. കബനി ആണെങ്കിൽ 52 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലൂടെ ഒഴുകുന്നുണ്ട് അല്ലേ? ഒരുപാട് ദൈർഘ്യമുണ്ട് ഈ നദിക്ക്. നമ്മുടെ ഭാരതപ്പുഴയെക്കാട്ടിലും ഒക്കെ വലിയ നദിയാണ് കബനി. പക്ഷേ കേരളത്തിലൂടെ 52 കിലോമീറ്റർ മാത്രമേ കബനി ഒഴുകുന്നുള്ളൂ. അടുത്ത ഭവാനി ആണെങ്കിൽ 37 കിലോമീറ്റർ ആണ് എവിടെ കൂടെ ഒഴുകുന്നത്? 37 കിലോമീറ്റർ ആണ് എവിടെ കൂടെ ഒഴുകുന്നത്? കേരളത്തിലൂടെ ഒഴുകുന്നത്. പാമ്പാർ 25 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലൂടെ ഒഴുകുന്നത്. അപ്പൊ കബനി, ഭവാനി, പാമ്പാർ. കബനി ആണെങ്കിൽ വയനാട് ജില്ല, ഭവാനി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നത്, പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് കേട്ടോ കേരളത്തില്. അതുകൂടി ഓർത്തു വെച്ചിരിക്കണം. കബനി കർണാടകയിലൂടെ കാവേരിയിൽ പതിക്കുമ്പോൾ ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരിയിൽ പതിക്കുന്നു. അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ബാക്കിയെല്ലാം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അല്ലെ? അറബിക്കടലിലും അതല്ലെങ്കിൽ എന്താണ് മറ്റ് തടാകങ്ങളിലും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? പതിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കുക. ഒരു നദി മറ്റൊരു നദിയുടെ ഒഴുക്ക് പിടിച്ചെടുക്കുന്ന റിവർ പൈറസി എന്നറിയപ്പെടുന്ന സവിശേഷമായ ഒരു പ്രതിഭാസത്താൽ സവിശേഷമായ ഇന്ത്യയിലെ ഏക നദി ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏത് നദിക്കാണ് റിവർ പൈറസി എന്ന് പറയുന്ന പ്രവർത്തനമുള്ളത്?
റിവർ പൈറസി എന്താണെന്ന് ചോദ്യത്തിൽ തന്നെ പറഞ്ഞു ഇല്ലേ? ഒരു നദി മറ്റൊരു നദിയുടെ ഒഴുക്ക് പിടിച്ചെടുത്ത് നമ്മുടെ കൂടെ അങ്ങ് ചേർക്കും. മനസ്സിലായോ? ഒരു നദി എന്ത് ചെയ്യാണ്? മറ്റൊരു നദിയുടെ ഒഴുക്കിനെ എന്ത് ചെയ്യുക? പിടിച്ചെടുത്ത് ആ നദിയെ നമ്മുടെ കൂടെ ചേർത്ത് നമ്മളായിട്ട് അങ്ങ് ഒഴുകുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്താ റിവർ പൈറസി അല്ലെങ്കിൽ നദി കൊള്ളയടിക്കൽ എന്നൊക്കെ പറയും കേട്ടോ. ആ ഒരു സംവിധാനമുള്ള ഇന്ത്യയിലെ ഏക നദിയാണ് ഏത്? ബ്രഹ്മപുത്ര. നദി ഏതാണ്? ബ്രഹ്മപുത്ര നദീ സംവിധാനമാണ്. യർലുങ് സാങ്പോ എന്ന് പറയുന്നത് കേട്ടോ 18 കോടി വർഷങ്ങൾക്ക് മുന്നേ യർലുങ് സാങ്പോ എന്ന് പറയുന്ന ഒരു നദി ഉണ്ടായിരുന്നു. ആ നദിയുടെ ഒഴുക്ക് പിടിച്ചെടുത്ത് ബ്രഹ്മപുത്ര അതിനെ എന്താക്കി? ആ നദിയുടെ ബ്രഹ്മപുത്രയുടെ ഭാഗമാക്കി മാറ്റി ബ്രഹ്മപുത്രയായിട്ട് ഒഴുകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ബ്രഹ്മപുത്ര നിലവിൽ സാങ്പോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നിലവിൽ ടീസ്റ്റയുടെ ഒഴുക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്രഹ്മപുത്ര പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പം അങ്ങനെ നദി എന്താണ് ഒഴുകുന്ന ഒരു നദിയുടെ ഒഴുക്കിനെ പിടിച്ചെടുക്കാൻ കഴിവുള്ള ഇന്ത്യയിലെ ഏക നദിയാണ് ഏത്? നമ്മുടെ ബ്രഹ്മപുത്ര നദി. അപ്പൊ എന്താണ്? ഒരു നദി മറ്റൊരു നദിയുടെ ഒഴുക്ക് പിടിച്ചെടുക്കുന്ന റിവർ പൈറസി എന്നറിയപ്പെടുന്ന സവിശേഷമായ പ്രതിഭാസത്താൽ സവിശേഷമായ ഇന്ത്യയിലെ ഏത് നദീ സംവിധാനമാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദീ സംവിധാനമാണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കേരളത്തിലെ ഫിസിയോഗ്രാഫിക് ഡിവിഷനുകളുടെ പശ്ചാത്തലത്തിൽ മിഡ്ലാൻഡ്സ് മേഖലയുടെ കൃത്യമായി വിവരിക്കുന്നത്? എന്താണ്? കേരളത്തിന്റെ ഫിസിയോഗ്രാഫി അനുസരിച്ച് മിഡ്ലാൻഡ്സ് മേഖലയെ കൃത്യമായി വിവരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഉയർന്ന ഉയരത്തിലുള്ള പർവ്വതനിരകളും കുത്തനെയുള്ള ചരിവുകളുമാണ് ഇതിന്റെ സവിശേഷത എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത് വൈവിധ്യമാർന്ന കാർഷിക രീതികളെ പിന്തുണയ്ക്കുന്ന താഴ്വരകളും താഴ്ന്ന കുന്നുകളും ഇടകലർന്ന തരംഗങ്ങളുള്ള ഭൂപ്രദേശം ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. ജൈവ വൈവിധ്യത്തിന് നിർണായകമായ തീരപ്രദേശങ്ങളിലെ തീർത്ഥടങ്ങളും ചതുപ്പ് നിലങ്ങളും ഇവിടെ ആധിപത്യം പുലർത്തുന്നു. വിശാലമായ നെൽവയലുകളുള്ള ഒരു പരന്ന അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതിയാണിത്. ചോദ്യത്തിൽ മിഡ്ലാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. എന്താണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. മിഡ്ലാൻഡ് അതായത് ഇടനാട്. ഇടനാടിന്റെ സവിശേഷതയാണ് ഇവിടെ ചോദിച്ചത് അല്ലേ? ഇടനാടിന്റെ സവിശേഷത പറയുമ്പോൾ ഉയർന്ന ഉയരത്തിലുള്ള പർവ്വതങ്ങൾ അവിടെ ഉണ്ടോ? ഇല്ല. കുത്തനെയുള്ള ചരിവുകൾ അവിടെ ഉണ്ടോ? ഇല്ല. ഇതൊക്കെ എവിടെയാണുള്ളത്? മലനാട്ടിലാണുള്ളത്. ഇത് എവിടെയാണുള്ളത്? മലനാട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ട് നോക്കിയേ. വൈവിധ്യമാർന്ന കാർഷിക രീതികളെ പിന്തുണയ്ക്കുന്ന താഴ്വരകളുണ്ട്, ചെറിയ ചെറിയ കുന്നുകളുണ്ട്, ഇടകലർന്ന തരംഗങ്ങളുള്ള ഭൂപ്രദേശം ഇതിൽ അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ശരിയാണ്. കാർഷിക രീതികൾ വൈവിധ്യമാർന്നതാണ് എവിടെ? ഇടനാടിൽ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. നമുക്കത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ജൈവ വൈവിധ്യത്തിന് നിർണായകമായ തീരപ്രദേശങ്ങളിലെ തണ്ണീർത്തടങ്ങളും ചതുപ്പ് നിലങ്ങളും ഇവിടെ ആധിപത്യം പുലർത്തുന്നു. തീരപ്രദേശം എന്ന് അവിടെ കൊടുത്തു. അപ്പൊ എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് മിഡ്ലാൻഡുമായി ബന്ധപ്പെട്ടല്ല, തീരപ്രദേശവുമായി ബന്ധപ്പെട്ടയാണെന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത് നോക്കൂ. വിശാലമായ നെൽവയലുകളുള്ള ഒരു പരന്ന അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി. അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി ആകുമ്പോൾ അത് തീരപ്രദേശ ഭൂപ്രകൃതിയാണ് അല്ലേ? അതെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും അല്ല. അപ്പൊ എന്താണ് കറക്റ്റ്? മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാടുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. ഇടനാടിൽ വൈവിധ്യമാർന്ന കാർഷിക രീതികളുണ്ട് എന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ചെറിയ കുന്നുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. കുത്തനെയുള്ള മലകളൊന്നും അവിടെ ഇല്ല ഇടനാടിൽ ഇല്ലേ? ശരി. അപ്പം ഇടനാടുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബി ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത നോക്കൂ. മഞ്ഞ് മൂടിയ ആർട്ടിക് ധ്രുവ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മൈക്രോതേംസ്, മെഗാതേംസ്, ഹെക്സിഡോതേംസ് ആൻഡ് മീസോതേംസ്. 4 ഓപ്ഷൻസ്. ചോദ്യം എന്താണ്? മഞ്ഞ് മൂടിയ ആർട്ടിക് ധ്രുവ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന് പറയുന്ന പേര് എന്താണ്? അതായത് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ, നമ്മുടെ ടെമ്പറേച്ചറിന്റെ ബേസിസിൽ സസ്യങ്ങളെ എന്ത് ചെയ്യാം? 4ആയിട്ട് തരംതിരിക്കാം കേട്ടോ. ഊഷ്മാവിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? സസ്യങ്ങളെ 4ആയിട്ട്, അവയുടെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് അവയെ തരംതിരിച്ചു. അതായത് വളരെ ചൂട് കൂടിയ പ്രദേശങ്ങളിൽ വളരുന്നവ, മിതമായ ചൂടുള്ള പ്രദേശങ്ങളിൽ വളരുന്നവ, ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങളിൽ വളരുന്നവ, പിന്നെന്താണ്? വളരെ തണുത്ത പ്രദേശങ്ങളിൽ വളരുന്നവ.
ഇതിനകത്ത് ഫസ്റ്റ് വൺ നോക്കിയേ, മൈക്രോ തേമുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യം നമ്മൾ പഠിക്കേണ്ട മെഗാ തേമുകളാണ് കേട്ടോ. മെഗാ തെർമുകൾ. മെഗാ തെർമ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചൂട് കൂടിയ പ്രദേശങ്ങളിൽ വളരുന്ന, എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറുള്ള പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളെ നമുക്ക് മെഗാ തെർമുകൾ എന്ന് പറയാം കേട്ടോ. വളരെ ചൂട് കൂടിയ പ്രദേശങ്ങളിൽ. അടുത്ത നോക്കിയേ, മൈക്രോ തെർം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, അത്ര ചൂടൊന്നുമില്ല, ചൂട് കുറഞ്ഞിട്ടുള്ള, എന്ന് വെച്ചാൽ ചെറിയ ചൂടുള്ള പ്രദേശങ്ങളിൽ ഉള്ള വളരുന്ന സസ്യങ്ങളെ എന്താണ്, ചെറിയ ചൂടുള്ള പ്രദേശങ്ങളിൽ വളരുന്നതാണ് മൈക്രോതേം. അടുത്തയാണ് മീസോതേം എന്ന് പറയുന്നത് കേട്ടോ. മീസോതേം, മെസോതേം എന്നോ മീസോതേം എന്നോ പറയാം. അതെന്താണെന്ന് വെച്ചാൽ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങളിൽ വളരുന്നതാണ് ഏത്, മീസോതേംസ് എന്ന് പറയുന്നത്. ചൂടുള്ള പ്രദേശങ്ങളിലും വളരുന്നുണ്ടത്. എന്താണ്, ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ. ചില പ്രദേശങ്ങളിൽ ചില കാലാവസ്ഥയിൽ ഭയങ്കരമായ ചൂടും ചില സമയത്ത് എന്താണ് ഭയങ്കരമായ തണുപ്പുമായിരിക്കും. അങ്ങനെയുള്ളിടത്ത് വളരുന്ന സസ്യങ്ങളെ നമുക്ക് എന്ത് പറയാം, മീസോതേം എന്ന് പറയാം കേട്ടോ. ഇനി ധ്രുവപ്രദേശങ്ങളിൽ കഠിനമായ തണുപ്പിൽ വളരുന്നതാണ് ഏത്, എക്സിറ്റോതേംസ് കേട്ടോ. ഏതാണ്, ഹെക്സിറ്റോ. ഇവിടെ ചോദ്യം ഇതാണ് അല്ലേ, എന്താണ്, ആർട്ടിക് ധ്രുവ പ്രദേശങ്ങൾ, അതായത് പോളാർ റീജിയൻസ് ഇല്ലേ, പോളാർ റീജിയൻസിൽ വളരുന്ന സസ്യങ്ങളാണെങ്കിൽ അത് ഏതാണ്, ഹെക്സിറ്റോതേംസ് ആണ് കേട്ടോ. ഏതാണ്, ഹെക്സിറ്റോതേംസ് ആണ്, മറന്നു പോകല്ലേ. പോളാർ റീജിയൻസിലാണെങ്കിൽ അത് ഹെക്സിറ്റോതേംസ് ആണ്. ധ്രുവ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ്, കഠിനമായ തണുപ്പിനെയും അതിജീവിക്കാൻ കഴിയുന്ന സസ്യങ്ങളാണ്. ഏത്, കോണിഫറൻസ് പോലെയൊക്കെയുള്ള സസ്യങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഹെക്സിറ്റോതേംസ് എന്ന് പറയുന്നത് കേട്ടോ. ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങളിൽ വളരുന്നവയാണെങ്കിൽ നമ്മൾ അവയെ എന്ത് പറയും, മീസോതേംസ്. അമിതമായ ചൂടാണെങ്കിൽ മെഗാതേംസ്. ചെറിയ ചൂടിൽ വളരുന്ന സസ്യങ്ങളാണെങ്കിൽ എന്താണ്, ചൂടിൽ വളരുന്നതെന്നല്ല, എന്താണ്, ചെറിയ ചൂടുള്ള പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണെങ്കിൽ അവയെ നമുക്ക് മൈക്രോതേംസ് എന്ന് പറയാം. ഇതൊക്കെ എന്താണ്, ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഡിഗ്രി ലെവലിലൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ മൺസൂണിന്റെ രൂപപ്പെടലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മൺസൂണുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകളാണ് പറയുന്നത് അല്ലേ. നമ്മൾ പഠിക്കുന്നു ഇന്ത്യയുടെ ധനമന്ത്രിയാണ് എന്ത്, മൺസൂൺ എന്നല്ലേ. ഇന്ത്യയുടെ ധനമന്ത്രി, ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, മൺസൂൺ ആണ് എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. രണ്ട് തരം മൺസൂൺ നമുക്കുണ്ട്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണുമാണ് നമുക്ക് ഉള്ളത് അല്ലേ. ഇന്ത്യക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും പിന്നെന്താണ് വടക്ക് കിഴക്കൻ മൺസൂണും, അങ്ങനെ രണ്ട് മൺസൂണാണ് ഉള്ളത്. ഇവിടെ മൺസൂണുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഹിമാലയവും ടിബറ്റൻ പീഠഭൂമികളും ഭൗതിക തടസ്സങ്ങളായും ഉയർന്ന തോതിലുള്ള താപത്തിന്റെ ഉറവിടമായും പ്രവർത്തിക്കുന്നു എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് മൺസൂണിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തി വിടാതെ അല്ലെങ്കിൽ എന്താണ് അവിടെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രതിഭാസം ചെയ്യുന്നുണ്ട് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏഷ്യൻ ഭൂപ്രദേശത്തെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും വ്യത്യസ്തമായി ചൂടാക്കലും തണുപ്പിക്കലും മൺസൂണിന്റെ ഭാഗമാണ്. ഇതൊരു നെഗറ്റീവ് സദേൺ ഓസിലേഷൻ ആണ് എന്നതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൺസൂണുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും മൺസൂണുമായി ബന്ധപ്പെട്ട് ശരിയാണ് അല്ലേ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ 1, 2, 3 ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയായതാണ്. മൺസൂൺ ഒരു നെഗറ്റീവ് ഓസിലേഷൻ, നെഗറ്റീവ് സദേൺ ഓസിലേഷൻ തരുന്നതാണ് എന്നതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കേരളത്തിലെ താഴെ പറയുന്ന നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോഹണ രീതിയിൽ ക്രമീകരിക്കുക എന്നതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ചന്ദ്രഗിരി പുഴയാണ്, രണ്ടാമത് ചാലിയാർ പുഴ, മൂന്നാമത് പമ്പ, നാലാമത് ഭാരതപ്പുഴയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അവരോഹണ ക്രമത്തിൽ എന്ത് ചെയ്യുക, ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് താഴെ നിന്നും മുകളിലേക്കല്ല, മുകളിൽ നിന്നും താഴേക്ക് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഹണ ക്രമമല്ല, അവരോഹണ ക്രമമാണ്. അപ്പോൾ വലിയ നദിയിൽ നിന്നും ചെറിയ നദിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഇവിടെ നിന്നാൽ നമുക്കറിയാം ഭാരതപ്പുഴയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ നദി അല്ലേ, ഭാരതപ്പുഴ. ഭാരതപ്പുഴയ്ക്ക് തൊട്ട് പുറവിൽ ആരുണ്ട്, പമ്പയുണ്ട്. പമ്പയ്ക്ക് തൊട്ട് പുറവിൽ ചാലിയാർ, പിന്നെ ചന്ദ്രഗിരിപ്പുഴ. അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം, 4, 3, 2, 1. ഏറ്റവും വലിയ നദി ഏതാണ്, ഭാരതപ്പുഴയാണ് ഈ കൂട്ടത്തില്. അതിലും ചെറിയ നദി പമ്പ, അതിലും ചെറിയ നദി ചാലിയാർ, അതിലും ചെറിയ നദി ചന്ദ്രഗിരിപ്പുഴ. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ നമ്മളൊരു 6 നദികളെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ.
അതായത് നമ്മുടെ പെരിയാറ്, ഭാരതപ്പുഴ, എന്താണ് ചാലക്കുടി പുഴ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഓർഡർ അനുസരിച്ച് പമ്പ, ചാലിയാറ്, ഈ ഒരു ഓർഡർ എന്ത് ചെയ്തിരിക്കണം, ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ സമുദ്രതീരത്തിന്റെ ഭാഗം അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൊങ്കൺ സമുദ്രം, ഓപ്ഷൻ ബി കത്യവാട് പെനിൻസുല, ഓപ്ഷൻ സി കച്ച്, ഓപ്ഷൻ ഡി ഉത്കൽ സമതലം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ സമുദ്രത്തിന്റെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ തീരസമുദ്രത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഇല്ലേ. ഇന്ത്യയുടെ പടിഞ്ഞാറാകുമ്പോൾ ഇതാണല്ലേ വെസ്റ്റ്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊങ്കൺ തീരം, മലബാർ തീരം അല്ലേ, കൊങ്കൺ തീരം, മലബാർ തീരം അല്ലെ, കോറമാൻഡൽ തീരം, ഇതിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കച്ച് സമതലം, ഇതൊക്കെ പടിഞ്ഞാറൻ തീരത്തിന്റെ ഭാഗമാണ് അല്ലേ. കിഴക്കൻ തീരത്തിന്റെ ഭാഗമാണ് ഏത്, ഉത്കൽ സമതലം. ഒഡീഷ തീരമാണ് എന്ത്, ഉത്കൽ സമതലം. അപ്പൊ ഉത്കൽ സമതലം എന്റേതാണ്, കിഴക്കൻ തീര സമതലത്തിന്റെ അല്ലെങ്കിൽ കിഴക്കൻ തീരപ്രദേശ സമുദ്ര തീരത്തിന്റെ ഭാഗമാണ് ഏത്, ഉത്കൽ സമതലം എന്നത് കേട്ടോ. നമ്മുടെ ഒഡീഷ തീരമായിട്ടൊക്കെ വരുന്നതാണ് ഉത്കൽ തീരം എന്ന് പറയുന്നത്. അത് കിഴക്കിന്റെയാണ്. ബാക്കി മൂന്നും എന്താണ്, പടിഞ്ഞാറൻ സമുദ്രത്തിന്റെ ഭാഗമാണ്. കൊങ്കൺ, കത്യവാട്, കച്ച് എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വെസ്റ്റർലീസിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് കേട്ടോ. വെസ്റ്റർലീസ് നമ്മുടെ പശ്ചിമവാദം. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നും തെക്ക് കിഴക്കോട്ട് വീശുന്നു. ആദ്യം നമ്മൾ എന്തോർത്ത് വെക്കണം, പശ്ചിമവാദങ്ങൾ വീശുന്നത് എവിടെ നിന്ന് എവിടോട്ടാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം ഇല്ലേ. എവിടെ നിന്നാണ്, ഉഷ്ണമേഖല നിന്നും ഉപദ്രവീയ മേഖലയിലേക്കാണല്ലേ. ഉഷ്ണമേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ആര് വീശുന്നത്, പശ്ചിമവാദങ്ങൾ വീശുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെന്റിലേക്ക് പോകേണ്ടത്. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തില് അതായത് ദക്ഷിണാർദ്ധഗോളത്തില് വടക്ക് പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്കോട്ട് വീശുന്നു ഇല്ലേ. വടക്ക് പടിഞ്ഞാറിൽ നിന്നും നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, തെക്ക് പടിഞ്ഞാറിൽ നിന്ന് ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, തെക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്കോട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, വീശുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് വീശുന്നത്. എവിടെയാണ്, ദക്ഷിണാർദ്ധഗോളത്തിലാണ് കേട്ടോ. ദക്ഷിണാർദ്ധഗോളത്തില് അതായത് ഇങ്ങനെയാണ് ഇത് വീശുന്നതെന്ന്. വടക്ക് പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്കോട്ടാണ് ഇത് വീശുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇത് വ്യാപാരക്കാറ്റിനെതിരായി വീശുന്നു. വ്യാപാരക്കാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വാണിജ്യവാദങ്ങളാണ് അല്ലേ. വാണിജ്യവാദത്തിനെതിരായിട്ടാണ് ഇത് വീശുന്നതെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തത്, വടക്കൻ അർദ്ധഗോളത്തില് 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസ് എന്നറിയപ്പെടുന്നു. ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നാലാമത്തേത്, മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിലെ കാറ്റിന്റെ പ്രവാഹം തകർന്നിരിക്കുന്നു എന്നതും സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ വെസ്റ്റർലീസ് അല്ലെങ്കിൽ പശ്ചിമവാദവുമായി ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, തെക്കൻ അർദ്ധഗോളത്തിൽ ഇത് വടക്കു പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്കോട്ടാണ് വീശുന്നത്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് എവിടെയാണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഇങ്ങനെയാണ് വീശുന്നത്. എവിടെ നിന്നാണ്, നോർത്ത് വെസ്റ്റിൽ നിന്നും സൗത്ത് ഈസ്റ്റിലേക്കാണ് ഇത് വീശുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് വീശുന്നത്. പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്നാണ് വീശുന്നത്, അത് നിങ്ങൾക്ക് അറിയാമല്ലേ, വെസ്റ്റിൽ നിന്നാണ് വീശുന്നത്. ഇവിടെ ആണെങ്കിൽ നോർത്ത് വെസ്റ്റിൽ നിന്നും എന്ത് ചെയ്യുകയാണ്, സൗത്ത് ഈസ്റ്റിലേക്കാണ് വീശുന്നത്. എവിടെ, സദേൺ സൈഡിൽ. നോർത്തേൺ സൈഡിലാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, സൗത്ത് വെസ്റ്റിൽ നിന്നും നോർത്ത് ഈസ്റ്റിലേക്കാണ് ഇത് വീശുന്നത് അല്ലേ. അതായത് ഈ ഒരു പടം ഇവിടെ ഓർത്തു വെച്ചിരുന്ന ആദ്യം വെസ്റ്റർലീസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങളുടെ കാര്യം പറയുമ്പോൾ, പശ്ചിമവാദങ്ങൾ കാറ്റിന്റെ പേര് പോലെ എന്താണ്, പടിഞ്ഞാറ് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് വീശുന്നത്, കിഴക്കോട്ടാണ് ഇത് വീശുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ എന്താണ്, തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്കോട്ടാണ് ഇത് വീശുന്നത്. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഇത് എവിടെ നിന്നാണ്, നമ്മുടെ എന്താണ്, വടക്ക് പടിഞ്ഞാറ് നിന്നും
തെക്ക് കിഴക്കോട്ടാണ് വീശുന്നത്. ഇത് ദക്ഷിണാർദ്ധഗോളത്തിലെ കാര്യമാണ്, സൗത്തിലെ കാര്യം, ഇത് നോർത്തിലെ കാര്യം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്കോട്ടാണ് എന്ത് ചെയ്യുന്നത്, വീശുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇത് വ്യാപാരക്കാറ്റിന് എതിരായിട്ടാണ് വീശുന്നത്. ശരിയാണ്. വ്യാപാരക്കാറ്റ് എവിടേക്കാണ് വീശുന്നത്? നമ്മുടെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വ്യാപാരക്കാറ്റ് വീശുന്നത് അല്ലേ. ഇത് ഭൂമധ്യരേഖയാണെങ്കിൽ ഈ ഭൂമധ്യരേഖയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, വ്യാപാരക്കാറ്റ് വീശുന്നത്. ഈ കാറ്റ് എങ്ങനെയാണ്, പുറത്തേക്കാണ് വീശുന്നത് അല്ലേ. അപ്പം എതിരായിട്ടാണ് ഇത് വീശുന്നത്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, വടക്കൻ അർദ്ധഗോളത്തില് 40 ഡിഗ്രിക്കും 50 ഡിഗ്രിക്കും ഇടയിൽ, അല്ലെങ്കിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസ് എന്നറിയപ്പെടുന്നു. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഏത്, എന്താണ്, റോറിംഗ് ഫോർട്ടീസ് അല്ലേ. റോറിംഗ് ഫോർട്ടീസ്, റോറിംഗ് ഫോർട്ടീസ്, ഫ്യൂരിയസ് 50s, ആൻഡ് സ്ട്രീമിംഗ് അലമുറയിടുന്ന 60കൾ. അതായത് 40 ഡിഗ്രി 50 ഡിഗ്രി 60 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലൊക്കെ എന്താണ്, യാതൊരുവിധ തടസ്സവുമില്ല ഈ കാറ്റ് വീശുന്നതിന്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ കാറ്റ് വീശാറുണ്ട്. എവിടെ, ദക്ഷിണാർദ്ധഗോളത്തിൽ, ഒരിക്കലും ഉത്തരാർദ്ധഗോളത്തിലല്ല. ഉത്തരാർദ്ധഗോളത്തിൽ എന്തുണ്ട്, വൻകരകളുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ വൻകരകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് 40 ഡിഗ്രി 50 ഡിഗ്രി 60 ഡിഗ്രി അക്ഷാംശങ്ങളുടെ ഭാഗത്തൊക്കെ എന്താണ്, വൻകരകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ കാറ്റിനെ വളരെ സുഗമമായി എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം, വളരെ ശക്തമായിട്ട് വീശാം. അപ്പോൾ പശ്ചിമവാദങ്ങൾ ഏറ്റവും ശക്തമായിട്ട് എവിടെയാണ്, ദക്ഷിണാർദ്ധഗോളത്തിലാണ്. പ്രത്യേകിച്ച് 40 ഡിഗ്രി 50 ഡിഗ്രി 60 ഡിഗ്രി ഈ സ്ഥലത്തെ പേരുകൾ നമ്മളിപ്പോൾ പറഞ്ഞ എന്തൊക്കെയാണ്, റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, സ്ട്രീമിംഗ് 60s എന്ന പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇവിടെ പറഞ്ഞത് വടക്കൻ അർദ്ധഗോളത്തിലെന്നാണ്, തെറ്റാണ്. ഇത് എവിടെയാണ്, തെക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രിക്കും 50 ഡിഗ്രിക്കും ഇടയിലുള്ള അക്ഷാംശങ്ങളിൽ ഈ കാറ്റിനെ നമുക്ക് എന്ത് പറയാം, റോറിംഗ് 40s അല്ലെങ്കിൽ ഗർജിക്കുന്ന 40കൾ എന്ന് വിശേഷിപ്പിക്കാം. അടുത്ത നോക്കിയേ, മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യൻ കാറ്റിന്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ഇതും എന്താണ്, വെസ്റ്റർലീസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ വെസ്റ്റർലീസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇത് മാത്രമാണ്. ഏത്, സി കേട്ടോ, വെസ്റ്റർലീസ്. പശ്ചിമവാദങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്നത് അതിന്റെ ദിശ പടിഞ്ഞാറെന്നും കിഴക്കോട്ടായിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ പറയുന്നത് എപ്പോഴും ഈ 40സും 50സും 60സിൻ്റെ കാര്യമാണ്. റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് സ്ട്രീമിംഗ് 60s ആണ് ഈ മൂന്നെണ്ണവും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. വളരെ വിശാലമായിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഇത്, വാണിജ്യവാദങ്ങളും പശ്ചിമവാദങ്ങളും ധ്രുവീയ പൂർവ്വവാദങ്ങളൊക്കെ കേട്ടോ, വാദങ്ങളെ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം രേഖപ്പെടുത്തുന്ന യൂണിറ്റിലെ. ഓസോൺ സാന്ദ്രത രേഖപ്പെടുത്തുന്നത് എപ്പോഴും ഏത് യൂണിറ്റിലാണ്, ഡോപ്സൺ യൂണിറ്റിലാണ് അല്ലേ. നമുക്ക് നന്നായിട്ട് അറിയാം ഏതാണ്, ഡോപ്സൺ യൂണിറ്റിലാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത് എന്നാണ് ചോദ്യം. കുരിയാറ്റ്കുറ്റി നദി, ഷോളയാർ നദി, കോതയാറ്, കാരപ്പാറ. കോതയാറ് നമ്മൾ തമിഴ്നാടാണ് പഠിക്കുന്നത് അല്ലേ. അത് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ല. ഏത്, കോതയാറ് തമിഴ്നാട്ടിലുള്ളൊരു നദിയാണ്. ഏത്, കോതയാറ് കേട്ടോ. അപ്പൊ ചാലക്കുടി നദിയുടെ പോഷക നദികളാണ് ഏത്, കുരിയാക്കുറ്റി, ഷോളയാറ്, കാരപ്പാറ. അതുകൂടി ഓർത്തു വെച്ചിരിക്കണം. കേരളത്തിലെ നദികളെ കുറിച്ച് പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ആദ്യത്തെ ഒരു എന്താണ് 8 നദികളുടെ എങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഒരു പോഷക നദികൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1, ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഡെക്കാൻ പീഠഭൂമി പ്രാഥമികമായി രൂപാന്തരപ്പെട്ട പാറകൾ ചേർന്നതാണ് എന്നതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ക്രിസ്റ്റേഷ്യൻ കാലഘട്ടത്തിൽ അഗ്നിപർവ്വത പ്രവർത്തനം മൂലമാണ് ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത്. ഡെക്കാൻ പീഠഭൂമിയുടെ 2 സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നതാണ് ചോദ്യം. എന്താണ്, പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 1ന്റെ ശരിയായ വിശദീകരണമല്ല പ്രസ്താവന 2. പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ പ്രസ്താവന 2 തെറ്റാണ്. പ്രസ്താവന 1 തെറ്റാണ്, പ്രസ്താവന 2 ശരിയാണ്. ഇങ്ങനെ 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഡെക്കാൻ പീഠഭൂമി നമുക്കറിയാവുന്നതാണ് അല്ലേ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയൊക്കെയാണ് ഏത്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമി, ഡെക്കാന്റെ രാജ്ഞി പൂനെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡെക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഡെക്കാൻ പീഠഭൂമി പ്രാഥമികമായി രൂപാന്തരപ്പെട്ട പാറകൾ ചേർന്നാണ് എന്നതാണ്. ഒരിക്കലുമല്ല, ഡെക്കാൻ പീഠഭൂമി എന്താണ് രൂപപ്പെട്ട ശിലകൾ ചേർന്നതാണ് കേട്ടോ, പാറകൾ ചേർന്നിട്ടുള്ളതല്ല. എന്താണ്? ആഗ്നേയ ശിലകൾ ചേർന്നതാണ് എന്ത്? ഈ ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടിരിക്കുന്നത്. രണ്ട് ക്രിസ്റ്റേഷ്യൻ കാലഘട്ടത്തിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഈ ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത്. അത് ശരിയാണ്. ഏത് കാലഘട്ടത്തിലാണ് ഇത് രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റേഷ്യൻ കാലഘട്ടത്തിലാണ്. വളരെ ശരിയായ കാര്യമാണ്. എന്നാൽ ഇവിടെ തന്നെ പറയുന്നുണ്ട് അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഇത് രൂപപ്പെട്ടതെന്നല്ലേ. അഗ്നിപർവ്വത മൂലമാകുമ്പോൾ എന്താണ്? അഗ്നിപർവ്വത ശിലകളാണ് അവിടെ കാണപ്പെടുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? 1 തെറ്റും 2 ശരിയുമാണ്. പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ പ്രസ്താവന 2 ശരിയാണ്. ഡെക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം ഡിഗ്രി ലെവലില്. അടുത്ത നോക്കൂ, ഉയർന്ന താപനിലയും കുറഞ്ഞ മഴയും മൂലം നദിയിലെ ജലം ചരിത്രപരമായി താഴ്ന്ന നിലയിലെത്തിയതിനാൽ ആഗോളതാപനത്തിന്റെ ഏറ്റവും പുതിയ ഇരയാണ് ആര്? മക്കൻസി നദി. ഈ മക്കൻസി നദി എവിടെയാണെന്നാണ് ചോദ്യം കേട്ടോ. ജസ്റ്റ് എന്താണ്, ജോഗ്രഫിക്കലി വളരെയധികം എന്താണ് ഇല്ലാതായിപ്പോയ ഒരു നദി, അല്ലെങ്കിൽ വളരെയധികം എന്താണ് ശോഷിച്ചു പോയൊരു നദിയാണ് മക്കൻസി നദി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കാനഡയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഡോൾഡ്രം ഭൂമധ്യരേഖ ലോ പ്രഷർ ബെൽറ്റിലാണ്. അന്ധമായ താഴ്വരകൾ എയോലിൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4 സ്റ്റേറ്റ്മെന്റും വ്യത്യസ്തമായ സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലേ. ബ്രഹ്മപുത്ര നദി ചെമേങ്കുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 4 ക്ലൗഡ് കവറിന് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ ഐസോനെഫ് ഉപയോഗിക്കുന്നു. എന്നീ 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ആദ്യം ചോദിക്കുന്ന ഡോൾഡ്രം മേഖലയാണ് അല്ലേ. ഭൂമധ്യരേഖാ മേഖല അല്ലെങ്കിൽ നിർവാത മേഖലയാണ് ഏത്? ഡോൾഡ്രംസ്. അവിടെ എന്താണ്? ലോ പ്രഷർ ബെൽറ്റ് ആണ്. അവിടെ എന്തില്ല? കാറ്റില്ല അല്ലേ. കാറ്റ് ഇല്ല, അല്ലെങ്കിൽ തീരെ കുറവാണ്. ആ മേഖലയാണ് എന്ത്? ഡോൾഡ്രം മേഖല അല്ലെങ്കിൽ നിർവാത മേഖല എന്ന് പറയും അല്ലേ. വാദം ഒട്ടും തന്നെ ഇല്ല, നിർവാത മേഖലയാണ് ഇത് ഭൂമധ്യരേഖാ പ്രദേശം. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, അന്ധമായ താഴ്വരകൾ എയോലിൻ ഭൂപ്രകൃതിയുടെ ഭാഗമാണ്. തെറ്റാണ്. അന്ധമായ താഴ്വരകൾ കാസ്റ്റ് ഭൂപ്രകൃതിയുടെ ഭാഗമാണ്. കാസ്റ്റ് ഭൂപ്രകൃതി. ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എന്ത്? കാസ്റ്റ് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടത്. ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിലുള്ള ഭൂരൂപങ്ങളെ നമുക്ക് കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് വിളിക്കാം കേട്ടോ. ഈ അന്ധമായ താഴ്വരകൾ കാസ്റ്റ് ഭൂപ്രകൃതിയുടെ ഭാഗമാണ്, അല്ലാതെ എയോലിൻ ഭൂപ്രകൃതിയുടെ ഭാഗമല്ല. അപ്പൊ ഇത് തെറ്റാണ്. അടുത്ത, ബ്രഹ്മപുത്ര നദി ചെമേങ്കുങ് ഹിമാനിയിൽ നിന്നല്ലേ ഉത്ഭവിക്കുന്നത്? ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. നെക്സ്റ്റ്, ക്ലൗഡ് കവറിന് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ ഐസോനെഫ് ഉപയോഗിക്കുന്നു. അതെ, ഐസോനെഫ് അതായത് എന്താണ്? ഒരേപോലെയുള്ള എന്താണ് മേഘാവരണമുള്ള സ്ഥലങ്ങളെ തമ്മിലും ഒരേപോലെ മേഘാവരണമുള്ളവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രേഖയാണ് ഏത്? ഐസോനെഫ് എന്ന് പറയുന്നത്. ക്ലൗഡ് കവറിന് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഐസോനെഫ് ഉപയോഗിക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ ഇവിടെ എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് 2. ശരിയായ സ്റ്റേറ്റ്മെന്റ് 1, 3, 4. 1, 3, 4 എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത നോക്കൂ, കുന്തിപ്പുഴ ഏത് ദേശീയോദ്യാനത്തിലൂടെയാണ് ഒഴുകുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെയാണ് ഒഴുകുന്നത് അല്ലേ. ജില്ല ഏതാണ്? പാലക്കാട്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? തൂതപ്പുഴ അല്ലേ. തൂതപ്പുഴ എന്താണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? തൂതപ്പുഴ. പാലക്കാട് ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി. താലൂക്ക് മണർകാട് താലൂക്ക് കേട്ടോ. മണർകാട് താലൂക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറഞ്ഞവർ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത് എന്നതാണ് ചോദ്യം. ഹിമാനികൾ മൂലമുള്ള മണ്ണൊലിപ്പ് ഡെൽറ്റ രൂപപ്പെടുത്തുമോ? അടുത്തത്, കാറ്റ് മൂലമുള്ള നിക്ഷേപം ഡെൽറ്റ ഉണ്ടാക്കുമോ? അടുത്തത്, നദികളുടെ നിക്ഷേപം ഡെൽറ്റ ഉണ്ടാക്കുമോ?
അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ. ഡെൽറ്റ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നദികളുടെ നിക്ഷേപങ്ങളിലൂടെയാണ് അല്ലേ. ഡെൽറ്റ രൂപപ്പെടുന്നത് എപ്പോഴും എന്താണ്? നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് എന്ത് രൂപപ്പെടുന്നത്? ഡെൽറ്റകൾ രൂപപ്പെടുന്നത് ഇല്ലേ. അപ്പൊ ഡെൽറ്റ രൂപപ്പെടുന്നത് നദികളുടെ നിക്ഷേപ ഫലമായിട്ടാണ് എന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഡെൽറ്റ രൂപപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ത്രികോണാകൃതിയിലാണെന്നൊക്കെ ഇല്ലേ. ഡെൽറ്റ രൂപപ്പെടുന്നത് നദികളുടെ നിക്ഷേപ ഫലമായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. കോണ്ടൂർ രേഖ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഒരേ ഉയരത്തുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖയാണ് ഇത് കോണ്ടൂർ രേഖ. ഭൂപടത്തിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരം ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ ബന്ധിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. ഭൂപടത്തിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരമാണോ കോണ്ടൂർ ഇടവേള? അല്ല. അപ്പൊ തെറ്റ്. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം, അത് ശരിയാണല്ലേ. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലെ ഉയരത്തിലുള്ള ലംബ വ്യത്യാസമാണ് എന്ത്? കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിയാണ്. ഭൂപടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ ആകെ ഉയരം, തെറ്റ്. അതിനല്ല കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത്. രണ്ട് കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള തിരശ്ചീന ദൂരമല്ല, ലംബ വ്യത്യാസമാണ് എന്ത്? കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കുക. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസത്തെ നമ്മൾ എന്തു പറയുന്നു? കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നു. ഓക്കെ ആണോ? ശരി. അപ്പൊ കോണ്ടൂർ രേഖ എന്താണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖയാണ് ഏത്? കോണ്ടൂർ രേഖ. ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾവനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? പശ്ചിമഘട്ടത്തിലെയും കിഴക്കൻ ഘട്ടം, ഒഡീഷയിലെ പശ്ചിമ ബംഗാളിലെയും തീരപ്രദേശങ്ങൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ, ഹിമാലയൻ താഴ്വരകൾ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉഷ്ണമേഖലാ മുൾവനങ്ങൾ കാണപ്പെടുന്നത്, ഉഷ്ണമേഖല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തു, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ് എന്ത്? ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നത്. ഓർത്തു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, പാലക്കാട് ചുരവുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? നമുക്കറിയാം, പാലക്കാട് ജില്ലയിൽ നമ്മുടെ പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ പാലക്കാട് ചുരം നീലഗിരി മലനിരകളെയും നെല്ലിയാമ്പതി മലനിരകളെയുമാണോ വേർതിരിക്കുന്നത്? ഏലം കുന്നിനെയും പഴനിക്കുന്നുകളെയുമാണോ? പൊന്മുടി കുന്നുകളെയും നീലഗിരി മലനിരകളെയുമാണോ? വിന്ധ്യ മലനിരകളെയും സത്പുര മലനിരകളെയുമാണോ? വിന്ധ്യയും സത്പുരയൊന്നും വേർതിരിക്കുന്നില്ല ഇല്ലേ. അപ്പൊ അവിടെ നിന്ന് തന്നെ അത് കട്ട് ചെയ്യാം. നീലഗിരി മലനിരകളെയും നെല്ലിയാമ്പതി, നമ്മൾ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി എന്ന് പറയും ഇല്ലേ, നെല്ലിയാമ്പതി മലനിരകളെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഏത്? നമ്മുടെ പാലക്കാട് ചുരം. അപ്പൊ എന്താണ്? പാലക്കാട് ചുരം ഏതൊക്കെയാണ്? നീലഗിരി മലനിരകളെയും നെല്ലിയാമ്പതി മലനിരകളെയുമാണ് വേർതിരിക്കുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പട്ടിക 1 പട്ടിക 2മായി ചേരുംപടി ചേർക്കാം. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1 കൊടുത്തിരിക്കുന്നത് എന്താണ്? പാളികൾ. പട്ടിക 2 അന്തരീക്ഷത്തിന്റെ സവിശേഷതകളാണ് കൊടുത്തിരിക്കുന്നത്. അന്തരീക്ഷ പാളിയും അതിന്റെ സവിശേഷതകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരെ എന്ത് ചെയ്യുക? ചേരുംപടി ചേർക്കുക. ഒന്ന് നോക്കൂ, സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരി. അപ്പൊ ഒന്നെന്താണ്? സ്ട്രാറ്റോസ്ഫിയർ. ഒന്നാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയർ. ഒന്നാമത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ അല്ല, ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. നോക്കൂ, അതുമായി ബന്ധപ്പെട്ട സവിശേഷത ഏതാണെന്ന് നോക്കൂ. മൊത്തം ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അറോറ ബൊറിയാലിസ്, അറോറ ഓസ്റ്റിയാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നുണ്ടോ സ്ട്രാറ്റോസ്ഫിയറിൽ? ഇല്ല. ആ മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നുണ്ടോ? ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ കാണപ്പെടുന്നുണ്ടോ? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോഴേ നമ്മൾ ഓസോൺ ലെയർ അവിടെ പഠിക്കുമില്ലേ. അപ്പൊ ഏതാണ്? മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണില്ലേ. നമ്മുടെ രണ്ടാമത്തെ പാളി ട്രോപ്പോസ്ഫിയർ, ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലായിട്ട് സ്ട്രാറ്റോസ്ഫിയർ. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത്? ജെറ്റ് എയർവേസ് ഒക്കെ പോകുന്നത്. ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നതൊക്കെ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയർ പാളിയും ഓസോണുമായി റിലേറ്റ് ചെയ്ത സവിശേഷതയുമാണ് കണക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് എക്സോസ്ഫിയർ, അതായത് ഏറ്റവും പുറത്തെ പാളി അല്ലേ. നമ്മുടെ 5ാമത്തെ പാളിയായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? എക്സോസ്ഫിയർ ആണ്. ഏറ്റവും പുറത്തെ പാളിയാണ് ഏത്? എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ ഇതിനകത്ത് ഏതായിട്ടാണ് കണക്ട് ചെയ്യുന്നത്?
നോക്കിയേ, അതായത് എക്സോസ്ഫിയറിൽ ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ ആണോ? ശരി, അടുത്താണ് ട്രോപ്പോസ്ഫിയർ. ഏറ്റവും താഴത്തെ പാളി അല്ലേ, ജീവൻ നിലനിൽക്കുന്ന നമ്മുടെ പാളി, അതാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ അല്ലേ. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. ഉയരം കൂടുന്നതിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ എന്ത് ചെയ്യാറുണ്ട്? താപനില കുറയാറുണ്ട്. അപ്പൊ ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്ന പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. ഓർത്തു വെച്ചിരിക്കണം. അടുത്താണ് അയണോസ്ഫിയർ അല്ലേ. നമ്മൾ പഠിക്കുന്ന ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, പിന്നെ ഏതാണ്? തെർമോസ്ഫിയർ അല്ലേ. അതിൻ്റെ ഭാഗമാണ് ഏത്? ഈ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അയണോസ്ഫിയറിലാണ് അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രിയാലിസ് എന്നിവ കാണപ്പെടുന്നത് കേട്ടോ. ഈ അറോറകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ അയണോസ്ഫിയറിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. അറോറകൾ കാണപ്പെടുന്നത് ഈ അയണോസ്ഫിയറിലാണ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ, എക്സോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, ഇതുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ ഉത്തരം കൊടുക്കണ്ടേ? A3, B4, ആൻസർ ബി കേട്ടോ. A3, B4, C1, D2, D2 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ജലപാത 3 വ്യാപിച്ചു കിടക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ. ഓപ്ഷൻ നോക്കിയേ, സാദ്യ ധൂബ്രി, കാക്കിനഡ പുതുച്ചേരി, കോട്ടപ്പുറം കൊല്ലം, അലഹബാദ് ഹാൽഡിയ. NW നാഷണൽ വാട്ടർവേ 1, അലഹബാദ് ഹാൽഡിയ. NW2 സാദ്യ ധൂബ്രി. NW3 പണ്ടൊക്കെ നമ്മൾ കൊല്ലം, കോട്ടപ്പുറം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു പഠിച്ചോണ്ട്. എന്നാൽ ഇപ്പൊ കൊല്ലം, കോഴിക്കോട് എന്ന് പഠിക്കണം കേട്ടോ. കൊല്ലം, കോഴിക്കോട്. അപ്പൊ എന്താണ്? NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് കേട്ടോ. കൊല്ലം ടു കോഴിക്കോടാണ് എന്ത്? NW3 നാഷണൽ വാട്ടർവേ 3, അല്ലെങ്കിൽ കൊല്ലം ടു കോട്ടപ്പുറം. രണ്ടെണ്ണം വന്നാലും നിങ്ങൾ ഇതിന് ഓപ്ഷൻ ഏതാണോ വരുന്നത് അതനുസരിച്ച് ആൻസർ എഴുതണം. കൊല്ലം, കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം, കോഴിക്കോട്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. NW3 കേരളത്തിലൂടെ ഒഴുകുന്ന, കേരളത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ വാട്ടർവേ ആണ് ഏത്? NW3. അതുകൂടി ഓർത്ത് വെച്ചിരിക്കണം. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെടുന്നത്? തെറ്റായിട്ട് പൊരുത്തപ്പെടുന്ന ഏതാണെന്നാണ് ചോദ്യം. നോക്കിയേ, എന്താണ്? ശിലകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഗ്രാനൈറ്റ്, നീസ്, മണൽക്കല്ല്, സിസ്റ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിള്, ഷെയില്, സ്ലൈറ്റ്. അതായത് ഈ ശിലകളൊക്കെ എന്ത് ചെയ്യാണ്? ഇതായിട്ട് രൂപാന്തരപ്പെടുകയാണ് അല്ലേ. ഗ്രാനൈറ്റ് എന്ന ആഗ്നേയശില നീസ് എന്ന ശിലയായിട്ട് എന്ത് ചെയ്യാണ്? രൂപാന്തരപ്പെട്ടതാണ്. അപ്പൊ അതെന്താണ്? ശരിയാണ്. അടുത്ത കൊടുത്തിരിക്കുന്ന മണൽക്കല്ലാണ്. മണൽക്കൽ എന്തായിട്ടാണ് രൂപപ്പെടുന്നത്? മണൽക്കൽ ക്വാർട്സൈറ്റ് ആയിട്ടാണ് രൂപപ്പെടുന്നത് അല്ലേ. ക്വാർട്സൈറ്റ്. ഈ ആഗ്നേയ ശിലകള് അവസാദ ശിലകളായിട്ടും കായാന്തരിക ശിലകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുപോലെ തന്നെ അവസാദ ശിലകൾ എന്തായി മാറാറുണ്ട്? കായാന്തരിക ശിലയായിട്ട് മാറാറുണ്ട്. ഇതൊരു സൈക്കിള് പോലെയാണ്. എന്ന് വെച്ചാൽ എന്താണ്? മാറി തിരിഞ്ഞിങ്ങനെ വരും. അപ്പൊ ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ആഗ്നേയ ശില എന്ത് ചെയ്യാറുണ്ട്? ഗ്നീസ് എന്ന് പറയുന്ന ശിലയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അതുപോലെ മണൽക്കല്ല് ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത്. ചുണ്ണാമ്പ് കല്ല് എന്തായിട്ടാണ് മാറുന്നത്? മാർബിൾ ആയിട്ടാണ് മാറുന്നത്. ഷെയിൽ എന്തായിട്ടാണ് മാറുന്നത്? സ്ലൈറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെച്ചിരിക്കണം. മണൽക്കല്ല് എന്തായിട്ടാണ് മാറുന്നത്? ക്വാർട്സൈറ്റ് ആണ്. ഇവിടെ തെറ്റായി പൊരുത്തപ്പെട്ടത് ബി ആണ് അല്ലേ. നമ്മളത് ശരിയാക്കി ക്വാർട്സൈറ്റ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഇത് മാത്രമല്ല, ഇതിനകത്ത് കുറച്ചുകൂടി ഉണ്ട്. ഗ്രാനൈറ്റ്, നീസ്, മണൽക്കല്ല്, ക്വാർട്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിള്, ഷെയില്, സ്ലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കണം. താപനില കൂടുതലായിരിക്കും, മഴ കൂടുതലായിരിക്കും. ഓക്കെ ആണോ? നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്.
ലാറ്ററൈറ്റ് മണ്ണ്. ഏത് മണ്ണാണ്? ലാറ്ററൈറ്റ് മണ്ണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണ് അല്ലേ, ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ. കേരളത്തിലെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ എന്താണ്? താപനില കൂടുതലാണ്, കനത്ത മഴ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ രൂപപ്പെടുന്ന മണ്ണാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ് എന്നത്. ഓക്കെ ആണോ? ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? കേട്ടോ, ഓപ്ഷൻ നോക്കിയേ. ആഫ്രിക്കൻ സാവന്ന, ആമസോൺ മഴക്കാടുകൾ, ആർട്ടിക് സൈബീരിയ, ഓസ്ട്രേലിയയിലെ താഴ്ചകൾ. ഇതിനകത്ത് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ സാവനയാണ് കേട്ടോ. വിവിധ തരത്തിലുള്ള എന്താണ് വന്യമൃഗങ്ങൾ കാണപ്പെടുന്നത് കേട്ടോ. വന്യമൃഗങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത്, ആന, പുലി, കടുവ, സിംഹം പോലെയുള്ള വന്യമൃഗങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന മേഖല അല്ലെങ്കിൽ പുൽമേടുകളാണ് ഇത് ആഫ്രിക്കൻ സാവന്ന. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ സാവന എങ്ങനെ അറിയപ്പെടുന്നത്? ബിഗ് ഗെയിം കൺട്രി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ സാവനയാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം കേട്ടോ. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതയാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. 2, ഉയർന്ന കാറ്റിന്റെ വേഗതയിലുള്ള താഴ്ന്ന മർദ്ദ കേന്ദ്രമാണ് എന്ത്? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ. ചുഴലിക്കാറ്റുകൾ നോർത്താലും മതി. എല്ലാ ഡിപ്രഷനുകളും ചുഴലിക്കാറ്റായി മാറുന്നില്ല. ക്യുമുലോ നിംബസ് മേഘം ചുഴലിക്കാറ്റിന്റെ കേന്ദ്രത്തെ വലയം ചെയ്യുന്നു. എന്നീ 4 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സിംപ്ലി നമുക്ക് മനസ്സിലാകാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഇത് ഉത്ഭവിക്കുന്നു. ചുഴലിക്കാറ്റുകൾ കരയിൽ ഉത്ഭവിക്കുന്നില്ല. എവിടെ മാത്രമേ ഉത്ഭവിക്കുന്നുള്ളൂ? സമുദ്രത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉത്ഭവിക്കുന്നത് കേട്ടോ. ഇത് കരയിലേക്ക് കടക്കാറുണ്ട് എങ്കിലും ഇത് ഉത്ഭവിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? സമുദ്രങ്ങളിലാണ്. അപ്പൊ ഇതെന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇവിടെ കൊടുത്തിരിക്കുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത എന്താണ്? ഇത് കാറ്റിന്റെ വേഗതയ്ക്കുള്ള താഴ്ന്ന മർദ്ദ കേന്ദ്രമാണ്. എന്ത്? കാറ്റിന്റെ വേഗതയ്ക്കുള്ള താഴ്ന്ന മർദ്ദ കേന്ദ്രമാണ് ഈ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. ശരിയാണ്. എല്ലാ ഡിപ്രഷനുകളിലും ചുഴലിക്കാറ്റായിട്ട് ഇത് മാറാറുണ്ടോ? ഇല്ല. പിന്നെന്താണ്? ക്യുമുലോ നിംബസ് മേഘം ചുഴലിക്കാറ്റിനെ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രത്തെ എപ്പോഴും വലയം ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിന്റെ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെയാണ്. ഇതെന്താണ്? സമുദ്രത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത് എന്നത് ഓർത്തു വെച്ചിരിക്കണം. ചുഴലിക്കാറ്റായിട്ട് ഇത് മാറുന്നത് എപ്പോഴും സമുദ്രത്തിൽ വെച്ചിട്ടാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. അടുത്ത ഏതാ നോക്കിയേ. കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ചുള്ള താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക എന്നതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഇന്ത്യയിലെ മൺസൂണിന്റെ കവാടം എന്നാണ് കേരളത്തിന്റെ പേര്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു കേട്ടോ. രണ്ടാമത്തെ എന്താണ്? പാലക്കാട് വിടവ് മഴയുടെ സ്പേഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. അടുത്ത് നോക്കൂ. തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമാണ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. മൺസൂണിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏശുന്നത് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് അല്ലെ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ കേരളത്തെ റിലേറ്റ് ചെയ്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയിലെ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിലൂടെയാണ് ഈ മൺസൂൺ എവിടേക്ക് കടക്കുന്നത്? ഇന്ത്യയിലേക്ക്. കേരളം, കർണാടക പ്രദേശങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് കടക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മൺസൂണിന്റെ കവാടം എന്ന് കേരളത്തെ വിശേഷിപ്പിക്കാറുണ്ട്. രണ്ടാമത്തത് പാലക്കാട് വിടവ് മഴയുടെ സ്പേഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു എന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ നോക്കിയേ. തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമാണ്. അത് ശരിയാണോ? അല്ല. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. തുലാവർഷം അല്ല കേരളത്തിലെ പ്രധാന മഴക്കാലം. അത് ഇടവപ്പാതിയാണ് കേട്ടോ. നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി. തുലാവർഷം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ് അല്ലേ. വടക്ക് കിഴക്കൻ മൺസൂണാണ്. വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നും കേരളത്തിന് മഴ ലഭിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നും കേരളത്തിന് മഴ ലഭിക്കുന്നുണ്ട് എങ്കിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും ലഭിക്കുന്ന മഴയുടെ എന്താണ്? വളരെ കുറഞ്ഞത്. ഒരു 10% പോലും എന്ത് ചെയ്യുന്നില്ല? വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ തുലാവർഷം അല്ല കേരളത്തിലെ പ്രധാന മഴക്കാലം. അത് ഇടവപ്പാതിയാണ് എന്ത്? കേരളത്തിലെ പ്രധാന മഴക്കാലം. അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ മൺസൂൺ ആണ് കേരളത്തിലെ പ്രധാന മഴക്കാലം എന്ന് ഓർത്തു വെച്ചിരിക്കണം. ഇവിടെ എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് ശരി ഏതാണെന്ന് വെച്ചാൽ 1ഉം 2ഉം മാത്രം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? താഴത്തെ
തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ശരി ഏതാണ്? 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരി. ഓക്കെ ആണോ? ശരി. നമ്മൾ എന്താണ് ഇനി ഇതുവരെ പഠിച്ചത് എന്താണ്? ഡിഗ്രി ലെവലിൽ അടുത്തിടെയായിട്ട് ചോദിച്ചിട്ടുള്ള കമ്പനി ബോർഡ് പോലെയുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയത്. ഇതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആപ്പിൽ പഠിക്കാം. എല്ലാവർക്കും എന്താണ് നന്നായി പഠിക്കുക. എല്ലാവരും നല്ലൊരു വിജയാശംസ നേരുന്നു. എനിവേ താങ്ക് യു.